ഇത്തവണയും കൊടുവള്ളിയിൽ LDF സ്വതന്ത്രനെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. പക്ഷേ മുൻ കാലങ്ങളിൽ കണ്ടതിനെ അപേക്ഷിച്ച് ചെറിയൊരു മാറ്റമുണ്ട്. ഇടതുപക്ഷ തന്നെ ഘടകകക്ഷി RJDയുടെ മുതിർന്ന നേതാവ് സലീം മടവൂരിനാണ് സ്വതന്ത്രനാക്കി ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രചരണമൊക്കെ തന്നെ നടന്നു വരുന്ന ഘട്ടത്തിലാണ് മുൻ MLA ഒക്കെ തന്നെ കാരാട്ട് റസാഖ് ഇടതുപക്ഷം വിട്ട് വീണ്ടും തിരികെ ലീഗിലേക്ക് പോയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മണ്ഡലത്തെ ബാധിക്കുമോ? ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ വ്യക്തി കേന്ദ്രീകൃത, അവിടെ ഒരു വ്യക്തിയാണ്. ഇവിടെ അതല്ല, ഇത് സംവിധാനമാണ്. അതിനിപ്പോൾ സലീം മടവൂരായി, കാരാട്ട് റസാഖായി, PTR റഹീം സാഹിബായി, ആരായി, സംവിധാനമാണ് പ്രധാനം. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ ഇപ്പോൾ അസുഖമാണ്. പിന്നെ MLA സ്ഥാനം പകുതി വെച്ചിട്ട് UDF കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് MLA സ്ഥാനം ഇല്ലാതാക്കി. അദ്ദേഹത്തിന് ശമ്പളം പോലും കിട്ടാത്ത ഒരു പൊതുപ്രവർത്തകന് MLA ആയിട്ട് ശമ്പളം ഇല്ലാതെ 3 വർഷം പ്രവർത്തിക്കാമെന്ന് വെച്ചാൽ വലിയ കടക്കണിയിലാവും, ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ കടക്കണിയിലായ ഒരാളെ ആ കേസ് പിന്നെ ഈ കാലാവധി കഴിഞ്ഞു, ഇനി മറ്റേ ആൾ MA റസാഖ് മാഷ് MLA ആവുകയാനും പോകുന്നില്ല. അപ്പോൾ ഈ പാവത്തിന് ആ കേസ് പിൻവലിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ വലിയ കടക്കണിയിലായപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലേക്ക് ആക്കിയിട്ട് അത് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയിലോ ചൂഷണത്തിലൂടെയൊക്കെ മാറ്റിയതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ പ്രയാസം തോന്നുന്നില്ല. അദ്ദേഹം മാറാതെ അത് ഞങ്ങളുടെ അജണ്ടയല്ല. ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. അല്ല, അത്തരം വാക്കൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനം വളരെ സജീവമല്ലേ. ഇന്നലെ കൊടുവള്ളിയായിരുന്നു എൻ്റെ ക്യാമ്പയിന്. വളരെ നന്നായിട്ട് ഫുൾ സ്വിങ്ങിൽ എല്ലാ ആളുകളും കൊടുവള്ളിയിലുള്ള LDFൻ്റെ പരിച്ഛേദമായിട്ടുള്ള എല്ലാ ആളുകളും ഒന്നിച്ചേരത്തില്ലേ ഞങ്ങളുടെ പ്രചരണം. പക്ഷേ കാരാട്ട് റസാഖ് പോകുമ്പോഴേ ലീഗിനുള്ളിൽ ഒരു ഐക്യം, കുറച്ചും കൂടി ഒരു ഏകോപനം ഉണ്ടാവില്ലേ? കാരണം ഒരു ഐക്യം വരാനുള്ള സാധ്യതയില്ലേ? ഐക്യമാണോ അനൈക്യമാണോ നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. അത് വോട്ട് എണ്ണുമ്പോൾ മനസ്സിലാവും. അവിടെ ഇദ്ദേഹം അങ്ങോട്ട് പോയ സമയത്ത് UDF എന്താ ഇപ്പോഴുള്ള UDF അവസ്ഥ, അതിങ്ങനെ പൊട്ടാനിരിക്കുന്ന അഗ്നിപർവ്വതമാണ് അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ സ്ഥാനാർത്ഥി, ഞാനതൊന്നും കൂടുതൽ പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ എതിരാളിക്ക് എതിരൊക്കെ സംസാരിക്കും, അത് എനിക്ക് ശീലമല്ല. കൊടുവള്ളിക്ക് സലീം മടവൂർ കൊടുക്കുന്ന ഗ്യാരണ്ടി എന്താ? ഇന്ന് തീയതി സംസാരിക്കുന്ന നിമിഷം വരെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എങ്ങനെയാണോ, ഞാൻ ധാരാളം സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കേരള ഫിഡ്സിൻ്റെ സിംഗിൾ ഡയറക്ടറായിട്ട് എല്ലാ സ്വാധീനമുള്ള സമയം അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നേ വരെ ഏത് രൂപത്തിലാണോ പ്രവർത്തിച്ചു വരുന്നത് അതേപോലെ തുടർന്നുണ്ടാവും. അത് ജനങ്ങൾക്ക് ഉറപ്പ് നൽകും. ജനങ്ങൾക്ക് ഏത് സമയത്തും വിളിക്കാവുന്ന, ഏത് സമയത്തും ആവശ്യപ്പെടാവുന്ന, അവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു പൊതുപ്രവർത്തകനാണോ ഇല്ലയെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ. അവരെല്ലാം വിലയിരുത്തും. അതിൻ്റെ സ്വീകാര്യത എനിക്ക് കിട്ടുന്നുണ്ട്. കാരാട്ട് റസാഖ് ഉന്നയിച്ച പ്രധാന ഒരു കാരണം അവിടുത്തെ റോഡ് വികസനമാണ്. 55 ലക്ഷം രൂപ പാസ്സാക്കി, പക്ഷേ മുഹമ്മദ് റിയാസ് ഇടപെട്ടൊക്കെ തന്നെ PTR റഹീം ഇടപെട്ടതൊക്കെ തന്നെ ഇല്ലാതാക്കിയെന്നാണ് ആരോപണം പറഞ്ഞിരിക്കുന്നത്. ഇനി MLA ആയി വന്നു കഴിഞ്ഞാൽ സലീം മടവൂർ അതിന് മുൻകൈ എടുക്കുമോ കൊടുവള്ളി നഗരത്തിൻ്റെ വികസനത്തിന്? സിറാജ് ബൈപ്പാസ് എന്ന് പറയുന്ന പദ്ധതി അത് അട്ടിമറിച്ച് MK മുനീർ MLA ആണ് കത്ത് കൊടുത്തത്. അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനെതിരെ സമരവും ബഹളവും ഉണ്ടാക്കിയത് മുനിസിപ്പാലിറ്റിയാണ്. പിന്നീട് വന്ന MLA ആണ് അത് ഇല്ലാതാക്കിയത്, ഞങ്ങളല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളിയിലുള്ള വലിയ ഗതാഗത കുരുക്കുണ്ട്. ജില്ലയിലെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ, ഇന്ത്യയിലെ തന്നെ ഒരു പക്ഷേ ഏറ്റവും നല്ല ഇടത്തരം സ്വർണ്ണ മാർക്കറ്റാണ് കൊടുവള്ളി. പണ്ട് മുന്നേ ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങാൻ കൊടുവള്ളിയിലാണ് വന്നത്. അവിടെ MPC, അബുക്ക ഇങ്ങനത്തെ ആളുകളൊക്കെ തന്നെ ഒരു കാലത്ത് കേരളത്തിലെ എല്ലാ ഭാഗത്തുള്ള ആളുകളുടെ ആശാകേന്ദ്രമായി. അപ്പോൾ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. ഇന്ന് അവിടത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണം ഗതാഗത കുരുക്കാണ്. വണ്ടി പാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് വാഹനം പാർക്ക് ചെയ്ത് സാധനം വാങ്ങണമെങ്കിൽ ഗതാഗത തിരക്ക് കുറയ്ക്കണം. ഒരു റോഡരികിൽ ഇപ്പോൾ വണ്ടി നിർത്തിയാൽ അപ്പോൾ പോലീസ് എടുത്തുകൊണ്ടുപോകും. അപ്പോൾ വണ്ടി നിർത്തി വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഗതാഗത തിരക്ക് കുറയ്ക്കണം. അത് ശാസ്ത്രീയമായ പദ്ധതികൾ കൊണ്ടുവരണം. എന്നിട്ട് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കൂലിപ്പണിക്ക് പോലും പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനൊരു പരിഹാരമാണ് ആദ്യമായിട്ട് വേണ്ടത്. കൊടുവള്ളിയുടെ ഗതാഗത കുരുക്ക് പരിഹരിക്കണം. അതിന് ഹൈവേയിൽ ബൈപ്പാസാണോ എന്താണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിനുള്ളൊരു പരിഹാരമാണ് കൊണ്ടുവരിക. തീർച്ചയായിട്ടും കൊണ്ടുവന്നിരിക്കും. കാരാട്ട് റസാഖ് പോകുന്നതിൻ്റെ തലേന്ന് അന്നൊരു റീലൊക്കെ ഒരുമിച്ച് ചെയ്തിരുന്നു. സലീം മടവൂർ ജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ റീലിന് ഉപയോഗിക്കാൻ പറ്റുമോ? എന്താ ഉപയോഗിക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞ വാചകം ഇപ്പോൾ നിൽക്കല്ലേ. അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സലീം മടവൂർ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൊടുവള്ളി നിയോജകമണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുകയാണ്. നിസ്വാർത്ഥനായ പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഈ സമൂഹത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ള തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഈ നാടിൻ്റെ വികസന തുടർച്ചയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ സഹായിച്ച് വിജയിപ്പിക്കാൻ ആവശ്യമായുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അദ്ദേഹം പോകുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഈ റീലൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ കാരണം എനിക്ക് അപ്പുറം പോയാൽ ഇദ്ദേഹത്തിനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ല ആളുകളെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു പോകട്ടെ എന്നുള്ളൊരു ധാരണയിൽ പോയതായിരിക്കണം. കാരണം എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇത്തരൊരു റീൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അത് കേട്ടിട്ട് നാളെ ഇറക്കുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം സ്വമേധ എന്നോട് പറഞ്ഞ് ഇറക്കിയ റീൽ അതാണ് ഇപ്പോൾ പുറത്തുള്ളത്. അതിൽ യാതൊരു അത് യഥാർത്ഥമല്ലാത്തൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും പ്രചാരണം തുടരുകയാണ്. സലീം മടവൂർ നല്ല കോൺഫിഡൻസിലാണ്. കൊടുവള്ളി തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA വരുമെന്ന പ്രതീക്ഷയിലാണ് ഇടത് ക്യാമ്പും ഉള്ളത്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ഷബീറിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.